വർഷങ്ങൾക്ക് മുൻപ് ഞാൻ കണ്ട ഒരു സ്വപ്നമാണ് ദേവദൂതൻ. എൻ്റെ ആദ്യ സിനിമയ്ക്കായി ഞാൻ കണ്ട സ്വപ്നമാണ്. ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ എൻ്റെ കൂടെ അന്നുണ്ടായിരുന്നത് രഘുനാഥ് പലേരി എന്ന എൻ്റെ പ്രിയ സുഹൃത്താണ് മാത്രമായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചാണ് ഈ സ്വപ്നം കണ്ടത്, ഈ സ്വപ്നം നെയ്തെടുത്തത്. പക്ഷേ ഞങ്ങൾക്ക് ഇന്നും അജ്ഞാതമായ കാരണങ്ങളാൽ ആ സിനിമ സംഭവിച്ചില്ല. പിന്നീട് 18 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ ആ സ്വപ്നങ്ങൾക്ക് ചിറക് മുടിപ്പിക്കാൻ ഞങ്ങളുടെ കൂടെ കൂടിയ ആളാണ് സിയാദ്. സിയാദ് ഈ സിനിമ നിർമ്മിക്കണമെന്ന് ആഗ്രഹിച്ച് ഞങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ പിന്നീട് ഞങ്ങളോടൊപ്പം ചേർന്നതാണ് പ്രിയ മോഹൻലാൽ, വിദ്യാസാഗർ, സന്തോഷ്, അങ്ങനെ ഒരുപാട് ടെക്നീഷ്യന്മാർ, എൻ്റെ കൂടെ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് ഈ സിനിമയ്ക്ക് വേണ്ടി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ആ സിനിമ നമ്മൾ ആഗ്രഹിച്ചതുപോലെ, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ അത് വേണ്ട രീതിയിൽ സ്വീകരിക്കപ്പെട്ടില്ല എന്നുള്ളതാണ്. ആദ്യ തവണ 1982-83 കാലഘട്ടത്തിൽ ഞാനും രഘുവും കൂടി ഈ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഏകദേശം 1 വർഷക്കാലം ഞങ്ങൾ ആ സ്ക്രിപ്റ്റിൽ മാത്രം വർക്ക് ചെയ്തിരിക്കുകയായിരുന്നു. അത് സംഭവിക്കാതെ പോയ ആ സിനിമ വീണ്ടും റീവർക്ക് ചെയ്യുമ്പോൾ 2000-ൽ അത് ചെയ്യുമ്പോൾ വീണ്ടും ഞങ്ങൾ 1 വർഷക്കാലം അതിൻ്റെ പുറകിൽ, ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ കുടുംബത്തെ കാണാൻ പോലും പോകാതെ 1 വർഷക്കാലം എറണാകുളത്തെ ഒരു വീടെടുത്ത് താമസിച്ച് ഈ സ്ക്രിപ്റ്റ് റീവർക്ക് ചെയ്തു. അത്രമാത്രം സമർപ്പണത്തോടെ ഞാൻ ചെയ്ത മറ്റൊരു സിനിമയും ഇല്ല എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാം. അതും നമ്മൾക്ക് വലിയ നിരാശ സംഭവിച്ചൊരു സിനിമയാണത്. എനിക്കും സിയാദിനും രഘുവിനൊക്കെ വലിയ രീതിയിലുള്ള കാര്യത്തിൽ വലിയ 4 വർഷങ്ങൾക്ക് ശേഷം ആ സിനിമ വീണ്ടും പ്രേക്ഷകരിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. ഈ സിനിമയ്ക്ക് അന്ന് കാലം തെറ്റി പിറന്ന സിനിമയെന്ന് പറയുമ്പോൾ ഇന്ന് ഇതാണ് ഈ സിനിമ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തേണ്ട കാലം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം 2000-ൽ ഈ സിനിമ ഇറങ്ങിയപ്പോൾ ജനിച്ചിട്ട് പോലും ഇല്ലാത്തൊരു തലമുറ ഇന്ന് ഈ സിനിമയെക്കുറിച്ചും സോഷ്യൽ മീഡിയയുടെ ഇടങ്ങളിൽ നടത്തുന്ന അവരുടെ അഭിപ്രായങ്ങൾ, ഈ സിനിമയോടുള്ള അവരുടെ താല്പര്യങ്ങൾ വലിയ ചർച്ചയായി മാറുമ്പോഴാണ്